ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്നേ ഞാൻ വന്നിട്ടുള്ളത് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്തായിരിക്കും? വേറൊന്നുമല്ല, അത് SCRT ആണ്. ഓക്കെ, ഒരു SCRT പഠിക്കാതെ നമ്മൾ ഒരു ഇനി വരുന്ന എക്സാംസിലൊക്കെ പോവുക എന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി SCRTയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നിന്ന് പറയാം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് SCRT എന്തിനു പഠിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, ഏത് ചാപ്റ്റേഴ്സ് മാത്രം അറിയേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്കിപ്പ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ ഭാഗം കൂടി കേൾക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, എന്തായാലും നോക്കൂ. അപ്പം ഞാൻ ആദ്യം PSC പഠിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങനെ SCRTക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ലായിരുന്നു പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മാർക്ക് അങ്ങനെ വലിയൊരു ഇമ്പ്രൂവ്മെന്റും ഒന്നും ഒരു പോയിന്റ് എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ SCRT പഠിക്കണം എന്ന് പറയെങ്കിലും ഞാൻ വിചാരിച്ചു, എന്താ SCRT, ഇത്രയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ SCRTയിൽ, അത് ഒരു ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത്രയും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് SCRT പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വന്നത്. അങ്ങനെയല്ല, നമ്മൾ SCRT നമ്മൾ എത്ര നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു, എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും SCRTന്ന് SCRT പഠിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. സാറ്റിസ്ഫാക്ഷൻ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മാക്സിമം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് നമ്മൾ SCRT പഠിക്കുമ്പോഴാണ് വരിക. കാരണം ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് PSC നമുക്ക് പഠിക്കാനുള്ള ഏതൊരു സബ്ജക്റ്റ്, ലൈക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ ടോപ്പിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ SCRTയിലും കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ചാപ്റ്റേഴ്സിലായിട്ട് പല പല ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അതെല്ലാം കൂടി ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്, പല പല ഭാഗങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മൊത്തം പുസ്തകങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ എല്ലാ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു എന്നൊരു ഫീലിംഗ് കിട്ടും. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ PYQസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴേ SCRT എന്നുള്ള ചോദ്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു 50% കൂടുതലെങ്കിലും ചോദ്യങ്ങൾ SCRT എന്നാണ് വരുന്നതെന്ന് പറഞ്ഞാലും നമുക്കതിൽ ആണോ എന്നുള്ളൊരു അത്ഭുതമൊന്നും വേണ്ട. അങ്ങനെ തന്നെ ആളെ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ, എത്ര ചോദ്യങ്ങളാണ് SCRT എന്ന് വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കൂ കേട്ടോ. അതായത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു മാർക്കിലൊരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ SCRTയുടെ പഠനത്തിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ശരിക്കും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും വിലയിരുത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപത്തെ SCRT പഠിച്ചിട്ടുണ്ടെന്ന പുതിയ SCRT പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ പറയാനുള്ള കാര്യം, നിങ്ങൾ പുതിയ SCRT പഠിക്കണം. പഴയ SCRT മാത്രം പോരാ, പഴയ SCRT പുതിയ SCRT തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തോന്നുന്ന തരത്തിൽ വ്യത്യാസമുണ്ട്, അത്രയും വ്യത്യാസം. ഓക്കെ, ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വളരെ സിമിലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ പഴയ SCRT ഞാൻ പഠിച്ചിട്ടുണ്ട്, പുതിയ SCRT ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഫസ്റ്റ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന്, എന്തായാലും മറ്റേ SCRTക്കാളും കുറച്ചധികം പോയിന്റ്സ് അല്ലേ ഇതിൽ വരുള്ളൂ എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് പോയിന്റ്സും ഒരുപാട് കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതിലുള്ള ഫാക്റ്റുകൾ മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഴയ SCRTയിൽ വെച്ച് നോക്കുന്ന സമയത്ത് പുതിയ SCRTയിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് പല ഫാക്റ്റുകൾ നമ്മൾ മറ്റേ പഴയ SCRTയിൽ പഠിച്ചതിനേക്കാളും ഫാക്റ്റുകളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പഴയ SCRT പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അബദ്ധമായിരിക്കും, ഒരു അപ്ഡേഷൻ ഇല്ലാത്ത പോലെയും. അപ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ SCRT സോഷ്യൽ സയൻസിനെയാണ്, സോഷ്യൽ ബുക്സിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. കാരണം ഇതിപ്പോൾ സയൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ വലിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആവാൻ സാധ്യതയില്ല. മീൻസ് അത്ര വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പറയേണ്ടത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ സോഷ്യലിൻ്റെ കാര്യം കേൾക്കും. അപ്പം ഞാൻ അത് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിക്കാവൂ എന്നുള്ളതല്ല. ഇപ്പം ഞാൻ മാക്സിമം എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുള്ളൂ, കുറേ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവോയ്ഡ് ചെയ്യാത്തത്. എന്നാൽ കുറച്ച് ചാപ്റ്റേഴ്സ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ തീരെ നോക്കേണ്ടതില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സും കൂടി നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഓക്കെ, ഇന്ന യൂട്യൂബ് ചാനലിൽ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാത്രം പഠിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമുക്ക് വേറെ ഒരു ആൾ എഴുതാത്ത ഒരു മാർക്ക് കിട്ടലാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, എല്ലാവരും എഴുതുന്ന എല്ലാ ഉത്തരവും നമുക്ക് കിട്ടിയോണ്ട് കാര്യമില്ല. പക്ഷേ വേറൊരാൾ, ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എക്സാം എഴുതുന്ന ഒരാൾ ആളെക്കാളും ഒരു മാർക്കിന് നമുക്ക് അധികം കിട്ടലാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ആ ഒരു മാർക്ക് നമ്മൾ പഠിക്കാത്തൊരു ചാപ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ PSC ആണ്, നമുക്ക് സിലബസിലേ ഇല്ലാത്ത ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാവേണ്ടതില്ല. പല സമയങ്ങളിലും അങ്ങനെ ചെറിയ ചെറിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ ഓരോ
ഞാൻ പറയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും അത്യുത്തമം. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്ലാസ് 5 ഞാൻ വിചാരിച്ചത് ഓരോ ടോപ്പിക് വൈസ് ഇങ്ങനെ പറയാമെന്നാണ്, മീൻസ് ഓരോ സബ്ജക്റ്റിന്റെ ടോപ്പിക് അങ്ങനെ പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് കാര്യമില്ല, അതിനേക്കാളും ബെറ്റർ നിങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗൈഡോ എടുത്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് ലൈക്ക് ഓരോ ചാപ്റ്റർ, ലൈക്ക് ഞാൻ ചാപ്റ്റർ വൈസ് ഓരോ സബ്ജക്റ്റ് ഓരോ ക്ലാസ്സിലും ചാപ്റ്റർ വൈസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പം ആദ്യം തന്നെ ക്ലാസ് 5 ക്ലാസ് 5 ചാപ്റ്റർ 1 ആവശ്യമാണ് എനിക്ക്. അതായത് ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, പക്ഷേ നമുക്ക് ഒരു ഗൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. മറ്റേത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഥ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അത്രയും വലിയ ബുക്കായത്. പക്ഷെ കണ്ടന്റ് വളരെ ചെറുതാണ്. അപ്പം ഈ 5ാം ക്ലാസ്സിലൊക്കെ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്കാണ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് പഠിക്കേണ്ട ആവശ്യകത ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സീനിയർ ക്ലാസ്സിൽ ഒരു 5ാം ക്ലാസ്സിലും അതേപോലെ തന്നെ ഒരു 10ാം ക്ലാസ്സിലും ചാപ്റ്റർ എടുത്തിട്ട് ഒരു ദിവസം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം എടുത്തിട്ടൊക്കെ ആ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കുക. അങ്ങനെയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചെറിയ ക്ലാസ്സിന് വലിയ ക്ലാസ്സിൽ ഒരുമിച്ച് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ബോർ അടിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചാപ്റ്റേഴ്സ് വായിച്ചു പോകാം. ചാപ്റ്റർ 1 പീലിയുടെ ഗ്രാമം, ചാപ്റ്റർ 2 ഭക്ഷണവും മനുഷ്യരും, പിന്നെ ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങൾ, പിന്നെ ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം, ചാപ്റ്റർ 6 ജനങ്ങൾ ജനങ്ങളാൽ, ചാപ്റ്റർ 7 ഗതാഗതം ആശയവിനിമയ സംവിധാനങ്ങൾ, ചാപ്റ്റർ 8 നാടറിയാം, ചാപ്റ്റർ 9 തുല്യതയിലേക്ക്, ചാപ്റ്റർ 10 വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും, ചാപ്റ്റർ 11 നിയമവും സമൂഹവും. പിന്നെ ചാപ്റ്റർ 6 എനിക്ക് അതിൽ പാർട്ട് 1 ചാപ്റ്റർ 1ഉം 2ഉം ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് അത് പഠിക്കാൻ ടൈം കിട്ടുകയെന്നുണ്ടെങ്കിൽ അതുകൂടി നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾ നോക്കണം. പിന്നെ ഞാനിപ്പോൾ ലീവ് ചെയ്ത ചില ചാപ്റ്റേഴ്സിലൊക്കെ 1-2 പോയിന്റ്സ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പറയണം. അതായത് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ നമ്മളെല്ലാം ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഠിക്കേണ്ടി വരും, ഒരു ചാപ്റ്റർ പോലും അവോയ്ഡ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷം ആ ചാപ്റ്ററും കൂടി നോക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കും. ഓക്കെ, അപ്പം ചാപ്റ്റർ 1ഉം 2ഉം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയില്ല. അപ്പോൾ അടുത്തത് ചാപ്റ്റർ 3 രാഷ്ട്രവും ഗവൺമെന്റും, ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, ചാപ്റ്റർ 5 സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും, ചാപ്റ്റർ 6 കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്, ചാപ്റ്റർ 7 ഭൂഖണ്ഡങ്ങളിലൂടെ, പിന്നെ പാർട്ട് 2 ചാപ്റ്റർ 9 ഭരണഘടനയ്ക്കൊരു മുഖവുര, ചാപ്റ്റർ 10 സമുദ്രങ്ങളിലൂടെ, ചാപ്റ്റർ 11 സ്വരുക്കൂട്ടം കരുതി വെക്കാം. ഇങ്ങനെ ഇത്ര ചാപ്റ്റേഴ്സാണ് എനിക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത്. ഇനി ക്ലാസ് 7 നോക്കാം. ക്ലാസ് 7 ചാപ്റ്റർ 3 ചാപ്റ്റർ 3യിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ 3 ഭരണഘടന വഴിയും വഴികാട്ടിയും, ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി, ചാപ്റ്റർ 6 ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ചാപ്റ്റർ 7 ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ, ചാപ്റ്റർ 8 അധികാരം ജനങ്ങൾക്ക്, ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, ചാപ്റ്റർ 11 വിവേചനത്തിനെതിരെ. ഇപ്പോൾ ഈ വിവേചനത്തിനെതിരെ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് അതിൽ പഠിക്കാനുള്ള കണ്ടന്റ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം അതിൽ അധികം ഇന്ത്യയിലുള്ള വിവേചനങ്ങളെ കുറിച്ചല്ല ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ആഫ്രിക്കയിലുള്ളതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കൊരു 10th ലെവൽ എക്സാംസിനൊക്കെ അത് എത്രമാത്രം, അല്ലെങ്കിൽ ഒരു LGS നമ്മൾ കമ്പനി മോഡൽ LGSനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആ എക്സാംസിനൊക്കെ ഇത് എത്രമാത്രം ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൽ കുറേ ഗാന്ധിയെക്കുറിച്ചും അങ്ങനെ ഗാന്ധി ആഫ്രിക്കയിൽ എത്തിച്ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ നോക്കണം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്തത് ക്ലാസ് 8 ക്ലാസ് 8 അതിന് ഭാഗം 1 ഒന്നാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്തുനിൽപ്പും, ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം, 3 ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും, 4 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തിക വ്യവസ്ഥയും, ചാപ്റ്റർ 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, ചാപ്റ്റർ 6 വിഭവ വിനിയോഗവും സുസ്ഥിരതയും. പിന്നെ ഒരു കാര്യം ഇതിലെടുത്ത് പറയാനുള്ളത്, പ്രശസ്ത ടെക്സ്റ്റ് ബുക്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം കൂടുതലുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിക്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്സ് കുറച്ചധികം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ നമുക്കിതിൽ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അപ്പം ഇത് തന്നെ സത്യം പറഞ്ഞാൽ വേറൊന്നും നോക്കാതെ ഇത് തന്നെ നമ്മൾ SCERT തന്നെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ മാർക്കിൽ ഭയങ്കര ചേഞ്ച് നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ ഭാഗം 2
ചാപ്റ്റർ 8 അതിലായിട്ട് വരുന്നത്. അപ്പൊ ദേശീയ പ്രസ്ഥാനവും കേരളവും, പിന്നെ ചാപ്റ്റർ 9 ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും, പിന്നെ ചാപ്റ്റർ 12 കാർഷിക മേഖലയും നൂതന പ്രവണതകളും, ചാപ്റ്റർ 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ. പിന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിൽ സോഷ്യൽ സയൻസിലെ ഭാഗം 1 എന്നുള്ള ഭാഗം 1 എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 4 4, 5, പിന്നെ 7, 8. അതായത് ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, പിന്നെ 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, പിന്നെ 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, ചാപ്റ്റർ 8 ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്ര ദിവസം ഒന്നും പഠനം ആരംഭിച്ചിട്ടില്ല, SCERT ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ചാപ്റ്റർ ക്ലാസ് 9ലെ ചാപ്റ്റർ അതായത് ഭാഗം 2ലെ ചാപ്റ്റർ 1 മുതലേക്ക് നോക്കുക. ഒന്നാമത്തേത് ലോകത്തിന്റെ നെറുകയിൽ. ഇപ്പൊ ഞാൻ പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ജോഗ്രഫിന്റെ ഭാഗത്തുനിന്ന് അതായത് ഇന്ത്യൻ ജോഗ്രഫിന്ന് ഈ ഇത്ര ചാപ്റ്റേഴ്സ് അല്ലാതെ വേറൊരു ചോദ്യം പുറത്തുനിന്ന് വരുമോ എന്നുള്ളത് ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ, ചാപ്റ്റർ 2 വിശാല സമതല ഭൂമിയിൽ, പിന്നെ 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, പിന്നെ 4ാമത്തെ ചാപ്റ്ററും 5ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററൊന്നും നമ്മളുടെ ജോഗ്രഫി റിലേറ്റഡ് അല്ല, പക്ഷെ അതും കൂടി നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി, പിന്നെ 5 ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ, പിന്നെ 6 വിലയും വിപണിയും, പിന്നെ ചാപ്റ്റർ 7 ഇമ്പോർട്ടൻ്റ് ആണ് മണലാരണ്യത്തിലൂടെ, ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ. ഇത്ര ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഇത്ര ദിവസം ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ട ചാപ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ അടുത്തത് ക്ലാസ് 10ല് അതിൽ ചാപ്റ്റർ ഭാഗം 1, അതായത് പുസ്തകം സാമൂഹ്യശാസ്ത്രം 1ലെ ഭാഗം 1 മാനവികത, പിന്നെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം 2ാമത്തെ ചാപ്റ്ററാണ്. പിന്നെ 4ാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും, 5ാമത്തെ ചാപ്റ്റർ പൊതുജനാഭിപ്രായം ജനാധിപത്യത്തില്. പിന്നെ ഭാഗം 2ല് 6, 7, 8 ചാപ്റ്റർ ആണ് കേട്ടോ. അത് 6ാമത്തെ ചാപ്റ്റർ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. പിന്നെ 10ാം ക്ലാസ്സിൽ തന്നെ സാമൂഹ്യശാസ്ത്രം 2ലെ ഭാഗം 1 ആ ബുക്കിലെ ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും, 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും, 3 മഴക്കാടുകളിൽ നിന്നും മഞ്ഞൊരുകാത്ത നാട്ടിലേക്ക്, 6 ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും, 5 പണവും സമ്പദ് വ്യവസ്ഥയും, ഭാഗം 2ലെ 6 മാറുന്ന ഭൂമി, 7 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും, 8 സുസ്ഥിരതയിലേക്ക്. ഇത്ര ചാപ്റ്റേഴ്സ്, അതായത് ഞാൻ പറഞ്ഞില്ല കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് അതിൽ അവോയ്ഡ് ചെയ്തത്. അപ്പൊ ഇത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇപ്പൊ പ്രൈമറി ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പോൾ അതിൽ തന്നെ ഏത് ബുക്കാണ് ആദ്യം നോക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണ് ആദ്യം നോക്കേണ്ടതെന്ന് പറയാന്നുണ്ടെങ്കിൽ ക്ലാസ് 9 ഞാൻ പറയുള്ളൂ. ക്ലാസ് 9ലെ ജോഗ്രഫി ടോപ്പിക്സ് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് അതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും SCERT നോക്കാതെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഓരോ ദിവസം ഒരു ചെറിയ ചാപ്റ്റർ എങ്കിലും പഠിച്ചു എന്നുള്ള ഒരു സമാധാനത്തിൽ മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോൾ PSC ഞാൻ പറഞ്ഞല്ലോ പഠിക്കുകയാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം SCERT ആണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും വീണ്ടും റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ് SCERT. പിന്നെ പഴയ SCERT പോലെയല്ല, മുൻപ് പറഞ്ഞ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പുതിയ കാര്യങ്ങൾ നമ്മളുടെ പുതിയ SCERT ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും വിട്ടുപോകരുത്, തീർച്ചയായിട്ടും പഠിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. അവരോട് പറയുക ഏതൊക്കെയാണ് SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരെ അറിയിച്ച് അവരോടും പഠിക്കാൻ പറയാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം കേട്ടോ. അത് കാണുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രോത്സാഹനം നൽകണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കാം. അപ്പോൾ പിന്നെ കമൻസിലൂടെ ഫീഡ്ബാക്കും സജഷൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.